ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽക്കോർ മാളിൽ പോവുകയാണ്. അൽക്കോറിലെ ലുലുവിൽ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മേടിക്കുന്ന ഗ്രോസറീസ് ഇല്ലേ, അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പറയാമെന്ന്. ഓക്കെ, അപ്പം ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് എടുത്ത് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും വില പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാനിപ്പോൾ അൽക്കോർ ലുലു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മാളാണ് കേട്ടോ, അൽക്കോർ മാൾ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ലുലു ഹൈപ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ സാധാരണ കൂടുതലും മോസ്റ്റ്ലി ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഷോപ്പിംഗ്, ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. ചിലപ്പോൾ സഫാരിയിലൊക്കെ പോവേ, അൻസാർ ഗാലറിയിൽ റെയർ ആയിട്ടാണ് പോകുന്നത്. ഇത് മൂന്നും അടുത്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ സ്മൈലി എന്ന് പറയുന്ന ഒരു തമിഴ് കടയിലും പോയി മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് വെജീസും അത്യാവശ്യം ഒന്ന് രണ്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. ഫ്രൂട്ട്സും ഞാൻ അധികം എടുക്കുന്നില്ല, ഓൾറെഡി എടുത്തത് കുറച്ചുണ്ടായിരുന്നു. സോ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ടൈനി ക്ലിപ്സ് മാത്രമേ ഷോപ്പിങ്ങിൻ്റെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, പിന്നെ വന്ന ഉടനെ തന്നെ ഒരു കാറിന് സ്ട്രോളറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡേ ടൈമിലാണ് ഷോപ്പിങ്ങിന് വന്നത്, കൂടുതൽ നൈറ്റാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ എമ്രുവിന് ഈ ഒരു ബേബി സ്ട്രോളർ കിട്ടിയേ, അല്ലെങ്കിൽ കിട്ടാറില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാ ഗ്രോസറി ഐറ്റംസൊക്കെ അത്യാവശ്യം ഉള്ളതൊക്കെ സാധാരണ ഇതിൽ നിന്നും കൂടുതൽ എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഇന്നലെ എന്തോ ലുലുവിൽ വന്ന് മേടിച്ചായിരുന്നേ, അതുകൊണ്ടാണ് ഇത്രയും. അങ്ങനെ എല്ലാം ബില്ലൊക്കെ ചെയ്ത് നമ്മളിതാ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും കിട്ടാം. സോ ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാധനങ്ങളൊന്നും എടുത്ത് വച്ചില്ലായിരുന്നു ഫ്രിഡ്ജിലോട്ട്. ഇനി എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിന് മുന്നേ റീക്കാക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഓഫീസിൽ പോകണമായിരുന്നേ. സോ അങ്ങനെ കുറച്ച് ഡിന്നറൊക്കെ പ്രിപ്പറേഷനും. എമ്രു ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്ത് നിന്നാൽ ഈ ഒരു വെളിച്ചവും കൂടെ പോകും. ഇപ്പോൾ തന്നെ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വന്ന് വീഡിയോ എടുക്കുന്നത്. അവനെ അവിടെ ഞാൻ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായി, ഓൾറെഡി കുറച്ച് നേരമായിട്ട് ആളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ ഒന്ന് പറഞ്ഞു പോവാവേ. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ വീക്ക്ലി പോയാണ് സാധനങ്ങളൊക്കെ ലുലുവിൽ നിന്നാണ് കൂടുതലും മേടിക്കാറുള്ളത്. ചില സമയം സ്മൈലി എന്ന് പറയുന്ന അൽക്കോറിലൊരു തമിഴ് ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് സാധനങ്ങൾ തീരുന്ന എപ്പോഴാണോ അപ്പോൾ അതനുസരിച്ച് ഒരു 1 വീക്ക് ഉള്ളതൊക്കെ മേടിച്ച് വയ്ക്കുവേ. ചിലപ്പോൾ അത് 3-4 ദിവസമേ വരുള്ളൂ. കാരണം ഞാൻ വളരെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ. കാരണം നമ്മൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എമ്രു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ തീരുമ്പോൾ പോയി മേടിക്കാറാണ് പതിവ്. കാരണം എപ്പോഴും നമ്മൾ പുറത്തോട്ട് പോകണോണ്ട് നമുക്കിങ്ങനെ 1 വീക്ക് 2 വീക്ക് അങ്ങനെയൊന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. തീരുന്ന സാധനം എപ്പോഴെപ്പോഴാണ് മേടിക്കും, അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇല്ലാത്ത കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം കുറച്ച് തക്കാളി മേടിച്ചേ. തക്കാളി അപ്പോൾ ഇതിൽ ഇവരിങ്ങനെ കാണാമല്ലോ അല്ലേ, ലുലു എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രൈസ് ടാഗൊക്കെ തരുവേ. ഇതിപ്പോൾ ടർക്കിയിലുള്ള ഒരു തക്കാളിയാണ്. ഇതിന് 4.15 QR ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഖത്തറിൽ 1 റിയാൽ എന്ന് പറയുന്ന 26.20 INR ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ച മൊത്തത്തിൽ എത്രയായെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതിപ്പോൾ 4 റിയാലാണ്, 4.15. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഞാൻ മാത്സിൽ ഭയങ്കര ബുജിയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം കൺവേർട്ട് ചെയ്തൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് വിരലും അതുപോലെ കാൽക്കുലേറ്ററും എല്ലാം കൂടെ എടുക്കേണ്ടി വരും. അത്രയ്ക്ക് ബുജിയാണ് മാത്സിൽ, മനസ്സിലായി കാണുമല്ലോ അല്ലേ. പിന്നെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് 1 റിയാൽ 1.34 ആണേ വരുന്നത്. സോറി, ക്യാരറ്റ് താഴെ വീണ്. എമ്മുറിനെ അവിടെ ഞാൻ TV ഇട്ട് കൊടുത്താണ് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ റൂമിൽ കഥ കടച്ചിട്ട് ഇവിടെ വന്നിരുന്ന്, ഇന്ന് ലൊക്കേഷൻ വേറെയാണല്ലോ, പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സവാളയാണ് അനിയനാണ് എടുത്തിരിക്കുന്നത്. ഇത് 3.12 QR ആണ് കേട്ടോ. അതുപോലെ ഇന്ന് ഞാൻ നല്ല പിയർ കണ്ടപ്പോൾ കുറേ ആയി പിയർ കഴിച്ചത്. അപ്പോൾ എനിക്ക് പിയർ മേടിക്കണമെന്ന് തോന്നിയോണ്ട് ഞാൻ 5.05 QR പിയർ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷാലറ്റ്സില്ലേ, ചെറിയ ഉള്ളി മേടിച്ചിട്ടുണ്ട്. അത് 3.11 QR ആണ്. അതുപോലെ തന്നെ സാലഡ് കുക്കുംബർ ഇല്ലേ, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ പല കൺട്രീസിലുള്ള ഒരു സാധനം തന്നെ ചിലപ്പോൾ പല കൺട്രീസിലെ കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ കാണൂല, വേറെ ഏതെങ്കിലും കൺട്രിയുടെ ആയിരിക്കും, അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുക്കുംബർ വന്നിട്ട് 3.05 ആണ്. പിന്നെ അവയ്ക്കാണോ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം കാരണം ഇത് ഷെയ്ക്ക് ആവുന്നുണ്ടല്ലേ. കാരണം സെൽഫി സ്റ്റിക്ക് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്.
പിന്നെ അവക്കാഡോ, ഇത് ഉഗാണ്ട അവക്കാഡോ ആണ്. ഉഗാണ്ട കാണിച്ചു തരണോ? ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് വന്നിട്ട് ബാഗിൽ നിന്ന് പോയാ 11.38 ആണ്. പിന്നെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്ക് 6.55 ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എമ്മൂർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് ശ്രീലങ്കയിലെ ബീട്രൂട്ടാണ്. കുഞ്ഞു ബീട്രൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ബീട്രൂട്ട് എടുത്ത്. എനിക്ക് ചില സമയം ഈ ബീട്രൂട്ട് തോരനൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞു. 1.47 റിയാലേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഈ കവർ കാലിയായിട്ടുണ്ട്. മഷ്റൂം എടുത്തിട്ടുണ്ട്. അപ്പം മഷ്റൂം ഞാൻ ചില സമയം ചിക്കൻ പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിലിടാറുണ്ട്. അല്ലാണ്ട് മഷ്റൂം ഗ്രേവിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയില്ലേ? വില നമുക്ക് ഇതിൽ നോക്കാമല്ലോ, ബില്ലുണ്ടല്ലോ. ഞാൻ എല്ലാം ഈ കവറിൽ നോക്കിയോണ്ടാണ്. മഷ്റൂം ദാ ബില്ലൊക്കെ ഇവിടെ ഉണ്ട്. ബില്ലൊന്നും ഞാൻ കാണിക്കുന്നില്ല. അയ്യോ മഷ്റൂം വന്ന് 7 റിയാലാണ്. അപ്പോൾ പിന്നെ ദാ ഈ കുട്ടി പഴം എടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പ് എമ്മുറിന് എടുത്തോണ്ടിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് എടുക്കും. അവൻ കഴിക്കുന്നില്ല. ഇത് രസകദളിയാണ്. നമ്മുടെ ഇന്ത്യയിലെ 6.49 QR ആണ്. ഇന്ത്യൻ രസകദളിയാണ്. പിന്നെ ഒരു കവറും കൂടെ. വെളുത്തുള്ളി വന്നിട്ട് 2.33 വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി. പിന്നെ ഞാൻ എടുത്തു. ഇത് അത്ര നല്ല അടിപൊളി സാധനവും നല്ലതാണ്. ഇവിടെയൊക്കെ പോയി എന്നാൽ എനിക്ക് കട്ട് ചെയ്തെടുത്താൽ എനിക്കെന്തോ കഴിക്കണമെന്ന് കൊതി വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പാകിസ്ഥാനിലെ ഇതാണ്. വാഴ തടയോ അങ്ങനെയല്ലേ പറയുന്ന? വാഴത്തണ്ടോ എന്തോ പറയും. അതിന് 3.04 ആണ്. പാകിസ്ഥാനിലെ സാധനമാണ്. പാകിസ്ഥാനിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാണ് ഞാൻ എടുത്തത്. കുഴപ്പമില്ല, പാകിസ്ഥാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഈജിപ്തിലെ ഗ്രേപ്സ് ആണ് കേട്ടോ. ഈജിപ്തില 6.15 റിയാലാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഗ്രേപ്സ് ഇതാ. കഴുകിയിട്ടേ കഴിക്കാവും. അമൂളിൻ്റെ ഈ ഒരു നെയ്യാണ് ഞാൻ സാധാരണ മേടിക്കാറുള്ളത് കേട്ടോ. ഫോക്കസ് ആവുന്നില്ലേ? ഇതാ ഈ ഒരു നെയ്യാണ് ഞാൻ മേടിക്കാറുള്ളത്. വലുത് തന്നെ മേടിക്കും. കാരണം ഇപ്പോൾ എമ്മൂറിന് ഭയങ്കര ഇഷ്ടമാണ്. ദോശയൊക്കെ കൊടുക്കുമ്പോൾ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അവന് ഇഷ്ടം. അതുകൊണ്ടാണ്. അമൂളിൻ്റെ നെയ്യ് 37.50 ആണ്. മേടിച്ചതിൽ ഏറ്റവും റേറ്റ് കൂടിയ സാധനം അതാണ്. പിന്നെ നമ്മൾ ബലതനയുടെ പാലാണ് മേടിക്കാറുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് പാൽ എത്ര റിയാല്? പാലൊക്കെ എടുക്കും. ഡെയിലി വാങ്ങുന്ന സാധനമാണ്. പക്ഷെ എനിക്ക് എൻ്റെ വിലയെന്ന് പറഞ്ഞുകൂടാ. എവിടെ ബലതന എവിടെ പോയി? ബലതനയുടെ ഫ്രഷ് 15 റിയാൽ. ഇനി ഇങ്ങനെ പഠിച്ചു കേട്ടെ. 15 റിയാലാണ് പാലിന്. അത് ഈ വലുതായതുകൊണ്ടാണ്. ഇത് പല ബോട്ടിൽ വരുന്നുണ്ട്, പല കളറിൽ. ചുവപ്പ്, പിങ്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഫാറ്റ് കുറഞ്ഞത് അതനുസരിച്ച് ഒരു സാധനം കൂടെ മേടിച്ച്. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു പാല് ഈ ഒരു വലിയ ഇതാണ് എടുക്കാറുള്ളത്. വലുത് കിട്ടിയില്ലെങ്കിലാണ് ചെറുതെടുക്കുന്നത്. ഇത് സെയിം ബലതനയുടെ ക്രാൻബെറി ജ്യൂസാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കാറുണ്ട്. അയ്യോ ഇതിൻ്റെ വില നോക്കട്ടെ. ബലതനയുടെ എവിടെ പോയി? 6.75 ആണ്. ഇനി ഞാൻ 2 സാധനം കൂടെ മേടിച്ചു. ഒന്ന് വന്നിട്ട് ഗ്രീക്ക് യോഗേർട്ടാണ്. ഗ്രീക്ക് യോഗേർട്ടും അതുപോലെ തന്നെ ഒരു സ്ട്രോബെറി ലസ്സിയും കൂടെ മേടിച്ച് 500 ml. അപ്പോൾ സ്ട്രോബെറി ലസ്സി വന്നിട്ട് 7.50 ആണ്. ഞാൻ അത് എടുത്തില്ലെന്ന് തോന്നുന്നു. ഫ്രിഡ്ജിൽ കുറച്ച് എടുത്തെടുത്തു. ഇതായിരിക്കുന്നു. കുറച്ച് ഞാൻ കുടിച്ചിട്ട് അവിടെ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ അത് എടുത്തോണ്ട് വന്നു. പിന്നെ ഞാൻ ഏതോ ഒരു സാധനം എടുക്കാൻ വിട്ടുപോയല്ലോ. എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്? സ്ട്രോബെറി ലസ്സി. ഓക്കെ. ഗ്രീക്ക് യോഗേർട്ട് അത് ഞാൻ ഇവിടെ എടുത്തില്ല, മറന്നുപോയി ഗൈസ്. അപ്പോൾ അതും മേടിച്ചായിരുന്നേ. ഞാൻ വില പറഞ്ഞല്ലോ അല്ലേ ഗ്രീക്ക് യോഗേർട്ടിൻ്റെ. കാണിക്കണോ? എങ്കിൽ ഞാൻ എടുത്തിട്ട് വരാൻ പോയി. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എമ്മൂറ് കരയും. എവിടെ ഗ്രീക്ക് യോഗേർട്ട്? ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചില സമയം അങ്ങനെയാണ്. നമ്മൾ നോക്കണ സാധനം കാണൂല. ആദ്യം തൊട്ട് നോക്കിയാലും കാണൂല. അത് അടക്കുന്നത് 7 റിയാലാണ് ഗ്രീക്ക് യോഗേർട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് ഞാൻ എടുത്തിട്ട് വരാം. സോ ഗൈസ്, ഞാൻ ഗ്രീക്ക് യോഗേർട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. കണ്ടല്ലോ അല്ലേ? അപ്പോൾ പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ല. ഓക്കെ, എംറെ കാണാതെ ഷോളിൻ്റെ അകത്ത് വെച്ച് ഇടയിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. സംഭവം വേറെ ഒന്നുമില്ല. അവനിപ്പോൾ കണ്ടാൽ ചോദിക്കും. ഞാൻ ഇതിനിപ്പോൾ നാളെ കൊടുക്കുള്ളൂ. കാരണം തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പ് പോയതിന് ശേഷം കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ 137.98 ഖത്താരി റിയാൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ കൂടിപ്പോയാൽ ഒരു 1 വീക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതുണ്ട് എനിക്ക്.
ഓക്കെ, അപ്പോൾ ഈ ഒരു 137.98 റിയാൽ ആയിട്ടുണ്ട്. ഒരു 4000-4000 ഇന്ത്യൻ മണി ആണെങ്കിൽ ഒരു 3500 അങ്ങനെ 4000 വരുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ മൈക്ക് എടുത്തപ്പോൾ മൈക്കിന് ചാർജ് ഇല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ മൈക്ക് ഇനിയിപ്പോൾ ചാർജ് വെക്കണം. ഈ കൂട്ടത്തിലുണ്ടായിരുന്നു, ഇനി ഏതെങ്കിലും ഗ്രേപ്സിൻ്റെ കടയിൽ പോയാന്തോ, അതുകൊണ്ടാണ്. വേറെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് നോയ്സ് കാണും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഞാൻ വിൻഡോ തുറന്നിട്ടിട്ടുണ്ട് വെളിച്ചം വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നത് കണ്ടേ, സമ്മറല്ലേ, നൈറ്റാണ് എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഭയങ്കര സൗണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഇത്രയും പൈസയാണ് ചിലവാകുന്നത്. ഖത്താരി റിയാൽ ഇന്ത്യൻ മണിയിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി വീഡിയോ എടുത്തപ്പോൾ താഴെ പോയി. എല്ലാം കൂടെ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തത്. നല്ല അടിപൊളി സൺലൈറ്റ് അടിക്കുന്നുണ്ട്, സൺ കിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഔട്ട്രോ ഇല്ലേ, ഇവിടെ നിന്നൊരു ഔട്ട്രോ പറയാന്ന്. സോ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തോന്ന് സൗണ്ട്, എന്തോ പണി ചെയ്യുന്നതിൻ്റെ സൗണ്ട് എന്തോ ആണ്. ഓക്കെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലൈറ്റ് എവിടെ പോയി? ഈ ഒരു ലൈറ്റ് വന്നു, റീക്കാർഡുമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് ഔട്ട്രോ പറഞ്ഞ് നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, സമയമില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്കിനി പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ. ഇനി എന്തെങ്കിലും കോണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ്സ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ബൈ.